പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, കുറേ ആൾക്കാരെ കിഡ്നി പോയി. മനസ്സിലായില്ലേ? കുറേ ആൾക്കാരെ കിഡ്നി പോയി. എങ്ങനെ പോയി? ഞാൻ അത് പേരും കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, ഏകദേശം കുറച്ച് വർഷമായി നമ്മളെ നാട്ടിൽ ആ ഒരു പരിപാടിയായിട്ട് മുമ്പിലോട്ടേക്ക് പോകുന്ന ആൾക്കാർ. ഇവരാരും പ്രൊഫഷണലൊന്നും അല്ല. ആരോഗ്യകരമായ നിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് നിനക്ക് അതിൻ്റെ പ്രതീതി പറഞ്ഞു തരാൻ ഇവരാരുമല്ല. നീ ഈ ജ്യൂസ് കുടിച്ചാൽ മതി, നിൻ്റെ എല്ലാ രോഗം പോവും. അതിന് ഏത് എന്നിട്ടൊന്നുമില്ല. നീ ഭയങ്കര ഉന്മേഷമാവും. നിൻ്റെ കിഡ്നീൻ്റെ രോഗമുണ്ടാ, നിൻ്റെ ആ രോഗമുണ്ടാ, നിൻ്റെ ഈ രോഗമുണ്ട്. എല്ലാ രോഗത്തിനും ശുശ്രൂഷയാണ് ഈ ഗ്ലാസ് ജ്യൂസ്. ഇവർ പറഞ്ഞു തരുന്നത് ഓരോരുത്തരും കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കിയത്. ഞാൻ ആളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. 3-4 ഫ്ലാറ്റെല്ലാം എടുത്തിട്ടാണ് ഈ ജ്യൂസ് വിറ്റിട്ടുണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഈ സാധനം വെച്ച് കുടിച്ചിട്ട് കുറേ ആൾക്കാർ കിഡ്നി പോയിട്ട് മരിച്ചിരുന്നു. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ഇതിനും വേണ്ടി ഓരോരോ നാട്ടിൽ ഓരോ ക്ലബ്ബുകളായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് മറ്റത്, രാത്രി മറ്റേതെല്ലാം കുടിപ്പിച്ചിട്ട് ഇന്നർ ഓർഗാൻസിന് വളരെയേറെ ഡാമേജ് വന്നിട്ട് പലരും പോയി. അത് ആദ്യം അടിക്കുന്ന കിഡ്നിക്കാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ് കാസർഗോഡിൻ്റെ. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്നുള്ള ബോറിൻ്റെ വാട്ടർ തന്നെ നമ്മളെ ഉള്ളിലത്തെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് കാസർഗോട്ടുകാർക്ക് കുറച്ചൊക്കെ കിഡ്നീൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുള്ളത്. അതിൻ്റെ മുകളിലാണ് ഇത് ഇങ്ങനെയുള്ള ഒരു രോഗം കൂടി വരുന്നുള്ളത്. ഇത് അതിനേക്കാളും രൂക്ഷമാണ്. ഇത് കുടിക്കുന്നുള്ള ആൾക്കാർക്കുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷനാണ് ഞാൻ തരുന്നുള്ളത്. കിഡ്നി പോയാളെ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരും കേട്ടാ. കിഡ്നി പോയാളെ ഇത് കുടിച്ച് കിഡ്നി പോയാളെ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇരുത്തൂടെ. എന്നിട്ടായിട്ട് നിങ്ങൾ അവരെ മുമ്പിൽ ഞാൻ പറയിപ്പിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാധനം മനുഷ്യന്മാരെ കൊന്നൊടുക്കുകയാണ്. ഇപ്പോൾ റൊണാൾഡോനൊക്കെ പറയും, റൊണാൾഡോ അളിൻ്റെ മറ്റത് മറിച്ചതെന്നെല്ലാം പറയുന്ന കാര്യത്തിൽ റൊണാൾഡോനല്ല ഞാൻ പറയുന്നുള്ളത്. റൊണാൾഡോ ഉപയോഗിക്കുന്ന സാധനം ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങളെ ക്ലാസ്സിലേക്ക് എത്തുന്ന സാധനം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോ ആണ് ഇത് ഉപയോഗിക്കുന്നത്. റൊണാൾഡോ ഹാംസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കും നിൽക്കില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് പറയുന്നുള്ളത്. ഈ സംഭവം ആയിരിക്കില്ല നിങ്ങളെ ക്ലാസ്സിലേക്ക് വരുന്ന ചിലപ്പോൾ. ഇത് പലതും അറിഞ്ഞിട്ടായിരിക്കണം ഓരോരോ മനുഷ്യന്മാരുടെ ബോഡിയിലേക്ക് നമ്മളെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ഡോക്ടർമാരുണ്ട്. ഇവിടെ അതിന് ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. നമ്മൾ അവരുടെ അടുത്താണ് പോയിട്ട് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ ശരീരം മറ്റതാവും മറിച്ചതാവും ആരോഗ്യമാവുന്നൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കണം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യണം, കുറച്ച് മെനക്കെടണം. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ രാവിലെ കണ്ടെത്തിയാൽ നിങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. എന്താണ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഗ്രൗണ്ടിലോ വീട്ടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും പാർക്കിലോ അവിടെ പോയിട്ട് നടക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ജോഗിങ് ചെയ്യണം, കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് ആരോഗ്യം സംരക്ഷിക്കണം. ഇതാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ജ്യൂസോ കാര്യങ്ങളോ കുടിച്ച് നന്നാവുന്നൊന്നും വിചാരിച്ചാൽ ഒരിക്കലും നന്നാവില്ല. അത് മടിയന്മാരുടെ ഒരു രീതിയാണ് ഈ മരുന്ന് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ജീവിതം ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് എല്ലാ കാലമൊന്നും പറഞ്ഞു തരാനും പിടിക്കാനൊന്നും ആരെക്കൊണ്ട് പറ്റിയൊന്നും പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇത് കുടിക്കുന്ന ആളാണ് ചിന്തിക്കേണ്ടത്. ഇത് വേണോ വേണ്ടയോ എന്ന്. ഇത് നമ്മളെ ബോഡിയിലേക്ക് ഈ പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കയറിക്കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റുന്ന പ്രകൃതം നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഡോക്ടർ പോയിട്ട് കാട്ടിക്കേ. അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ.